ഹായ്, നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന പൊറോട്ടയെ പോലും പുറയിലാക്കുന്ന ഒരു മൈദയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഈ ഒരു കപ്പിന് ഒരു 1.25 കപ്പ് മൈദ എടുത്തേക്കുന്ന ഈ ഒരു ബൗളിന് 1.25 ബൗള് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ തൽക്കാലം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് നടുക്കൊന്ന് ചെറുതായിട്ട് സെൻറ്റർ ഒന്ന് കുഴിച്ചു കൊടുത്തിട്ട് സ്വല്പം വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുറേശ്ശെ കുഴച്ചെടുക്കുക. നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. ഒത്തിരി ലൂസായ പോകല്, കുറേശ്ശായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് മുട്ടയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് ചേർത്ത് ഇളക്കി ഇതുപോലെ മിക്സാക്കി കുഴച്ചെടുക്കുക. അപ്പം ഇച്ചിരി മുട്ടയുടെ ഇത് വെള്ളമയം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വല്പം മൈദപ്പൊടിയും കൂട്ടിയിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഇത് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഇതുപോലെ പരത്തി നമുക്കിത് ടൈൽസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നമ്മുടെ പാചകത്തിന്റെ. അപ്പം ടൈൽസ് ഒക്കെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ഈ മാവ് നല്ലതായിട്ട് മിക്സായി കിട്ടുന്ന ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം തന്നെ ഇതുപോലെ നമുക്ക് പരത്തി തന്നെ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടും. നല്ലതായിട്ട് എന്തുമാത്രം കുഴയ്ക്കുന്നു ഇതുപോലെ ഇതുപോലെ കണ്ടോ, എന്തുമാത്രം ഇതുപോലെ കുഴച്ചെടുക്കുന്നു അത്രയും ചപ്പാത്തി നല്ലതായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പൊറോട്ടയ്ക്കും കുഴയ്ക്കുന്ന ഒരു രീതി. അപ്പം ഇതുപോലെ നല്ലതായിട്ട് തന്നെ മിക്സ് ആക്കി ഇതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തെ കിട്ടണം കണ്ടോ, ഒത്തിരി വെള്ളം കൂടി പോയിട്ടില്ല, ഒത്തിരി വെള്ളം കുറഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തെ കിട്ടി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഒരു കോട്ടൺ തുണി എടുത്ത് സ്വല്പം വെള്ളം കൂടെ നമ്മൾ പൊറോട്ടയ്ക്ക് എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഇച്ചിരി വെള്ളം കൂടെ മുക്കി ഒന്ന് പിഴിഞ്ഞ് ആ ഒരു കോട്ടൺ തുണിയോട് ഇതിന് മുകളിൽ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നമുക്ക് പൊറോട്ടയ്ക്ക് ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഓരോരോ ബൗളാക്കാം. ഇതുപോലെ ഓരോരോ ബൗളാക്കാം. നമുക്കിത് പിച്ചാത്തിയും കൊണ്ടോ ഒക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇതുപോലെ ഓരോരോ ബൗളാക്കി എടുക്കുക. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പൊറോട്ടയ്ക്ക് വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് ലെയറൊക്കെ ഉള്ള രീതി ആയതുകൊണ്ട് അവർക്കും നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെടും. കാരണം ഇതിനോട് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമുക്ക് സാധാരണ എൻ്റെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ പരത്തുന്ന പോലെ തന്നെ ഇതുപോലെ സ്വല്പം പൊടിയൊക്കെ ചേർത്ത് പരത്തിയെടുക്കുക. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമുക്ക് ആവശ്യമുള്ള ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട, സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തൂത്തൊന്ന് എല്ലായിടത്തും ഓയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മടക്കുക. 4 മടക്കായിട്ട് മടക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്നുകൂടെ പരത്തണം. ഇതൊന്നുകൂടെ പരത്തി 2 പ്രാവശ്യം ഇത് ചെയ്യണേ. ഇതുപോലെ ഒന്നുകൂടെ ഇത് പരത്തിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ 4 മടക്കായിട്ട് മടക്കിയെടുക്കുക. അപ്പൊ എന്തുമാത്രം നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ. അപ്പം ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ ആദ്യം മടക്കിയത് തന്നെ. അപ്പൊ നമുക്ക് ആ ഒരു ലെയർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ലെവലിൽ എത്തിക്കുക. ഒത്തിരി അങ്ങ് പരത്തി നീട്ടി ഒത്തിരി പറ്റിച്ചെടുക്കല്ലേ. നമുക്ക് ഇച്ചിരി ഇതൊന്ന് പാനി വെക്കാൻ ജസ്റ്റ് ഇത് പൊങ്ങി വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പാൻ തയ്യാറാക്കി വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക. തീ ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കല്ലേ, ഇത് പെതുക്കി ഇരുന്ന് വെന്ത് കിട്ടണം. സാധാരണ ചപ്പാത്തി വിടുന്ന പോലെ തന്നെ
സാവധാനം ഇരുന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ താഴ്വശത്തും നെയ്യ് ചേർത്തു, മുകൾ വശത്തും നെയ്യ് ചേർത്ത് ഇതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും കണ്ട ലെയറൊക്കെ കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ലെയർ എല്ലാം കറക്റ്റ് ആ ഒരു പൊറോട്ട കഴിക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് സ്മെല്ലും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇത് ആ ഒരു ലെവൽ തന്നെ കിട്ടും. അപ്പം ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോകല്ലേ. അപ്പം നെയ്യും ആ ഒരു മുട്ടയും എല്ലാം കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം തിരിച്ച് മറിച്ച് വിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ലെവലാകുമ്പോഴത്തേനും സാധാരണ ചപ്പാത്തിയുടെ ഈ ഒരു ലെവലാകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ. ഇതെടുക്കുക. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ കണ്ടോ, ഇത് കണ്ടോ, ഞാൻ പൊങ്ങി വരുന്നത് പറഞ്ഞല്ലേ, ഇതുപോലെ ലെയർ കണ്ടോ പൊങ്ങി ഇതുപോലെ തന്നെ വരും. അപ്പോൾ അതുപോലെ തന്നെ ചപ്പാത്തി അകത്തും ഇതുപോലെ ലെയറായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിള്ളേർക്ക് ഇതൊക്കെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ലൊരു ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.